പാസ്റ്ററുടെ മകനായിരുന്നു, ഒരു പാസ്റ്റർ ആകണം എന്നൊരു തോന്നലൊന്നും ഇല്ലായിരുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല, ഒരിക്കലും എനിക്ക് പാസ്റ്റർ ആകണമെന്നൊരു മോഹമേ ഇല്ലായിരുന്നു. ഇല്ല. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് പാസ്റ്റർ ജെയിംസ് വർഗീസിൻ്റെ കൂടെയാണ്. പാസ്റ്റർ ജെയിംസ് വർഗീസിനെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങൾ തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും IPCയിലെ പഴയ തലമുറയിൽപ്പെട്ട 2 പാസ്റ്റർമാരുടെ മക്കളാണ്. അതാണ് നമ്മൾ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ പേര് പാസ്റ്റർ PC വർഗീസ് എന്നാണ്. പാസ്റ്റർ PC വർഗീസ് ഏകദേശം 60 വർഷം, 6 പതിറ്റാണ്ടിലധികം IPCയിലെ ശുശ്രൂഷകനായിരുന്നു. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ ആണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ മണ്ഡലമായിരുന്നത്. കുഞ്ഞച്ചനുപദേശി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്, അല്ലേ? ആഞ്ഞിലിത്താനമാണ് ശരിക്കും സ്വദേശം. നെരണമാണ് സ്വദേശം. പിന്നെ നിങ്ങൾ ആഞ്ഞിലിത്താനത്തോട്ട് പോയി താമസിച്ചെന്നുള്ളത്. അപ്പം നെരണത്തുനിന്ന് ഈ ആഞ്ഞിലിത്താനത്തോട്ട് മാറി താമസിക്കാൻ എന്തോ കാരണം? എൻ്റെ ഫാദർ 21-ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയാൽ ഇടയായി. അതിന് മരിക്കുമ്പോൾ 91 വയസ്സുണ്ടായിരുന്നു. 91. ഏത് വർഷമായിരുന്നു മരിക്കുന്നത്? 2003 മാർച്ച് എൻഡിലാണ്. 91 വയസ്സ് വരെ ജീവിച്ചു. 90 വയസ്സ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് പല സ്ഥലങ്ങളിൽ പോയി. നമുക്കത് പിന്നീട് സംസാരിക്കാം. ഓക്കെ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ പെന്തക്കോസ്തിലേക്ക് വരുന്നതിന് മുൻപേ ഏത് സമുദായത്തിലായിരുന്നു? ഫാദർ അഞ്ചരക്കാരെന്ന് പറയുന്ന ഈ അടുത്തിടയ്ക്ക് സഭയിലെ ഒരു വിശ്വാസിയായിരുന്നു. അഞ്ചരക്കാരായിരുന്നു. അങ്ങനെ അഞ്ചരയിലെ ഒരു ബോധകരായിട്ട്, അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു ഉപദേശി അല്ലെങ്കിൽ പാസ്റ്റർ എന്നുള്ള നിലയിൽ പറയുന്ന പോലെ ബൈബിൾ സ്കൂൾ പഠിക്കുന്ന നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിനെ പോലെ പഠിച്ച് എല്ലാം ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോഴാണ് കർത്താവായ യേശുക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ നെടുമ്പുറത്ത് നടന്നൊരു മീറ്റിങ്ങിൽ കർത്താവിനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഒരു അനുജനുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് യേശുവിനെ കർത്താവായി സ്വീകരിച്ചത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഈ അഞ്ചരക്കാരുടെ ഒരു സമൂഹത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരു കുടുംബമാണ്. അതെ. അങ്ങനെ ആ അഞ്ചരക്കാരിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന യുയോമയ സഭയിൽ നിന്ന് പെന്തക്കോസ്തിലേക്ക് വന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. അപ്പം അതിലൊരു കുടുംബമായിരുന്നു, അല്ലേ? ഓക്കെ. മേ ബി അത് നേരത്തെ മാർത്തോമ അല്ലെങ്കിൽ ഓർത്തഡോക്സ് പശ്ചാത്തലമൊക്കെ ആയിരുന്നായിരിക്കും. എനിക്ക് അതിനെപ്പറ്റി മാർത്തോമ ബാക്ക്ഗ്രൗണ്ടാണ്. കാരണം നാനാത്ര ഉപദേശി എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മാച്ചന്മാരാണ്. ഓക്കെ. എനിവേ, പിന്നെ അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നു. പിന്നെ അത് IPCയിലോട്ടാണോ വരുന്നത്? അല്ല, ആദ്യം അദ്ദേഹം രക്ഷിക്കപ്പെട്ടത് മേപ്രായിൽ വെച്ചാണ്. അത് കഴിഞ്ഞ് അവർ സ്വതന്ത്രമായി നിൽക്കുമ്പോഴാണ് സത്യത്തിൽ മേപ്ര എന്ന് പറയുന്നത് പഴയ ഒരു പെന്തക്കോസ്തിൻ്റെ ഒരു കേന്ദ്രമാണ്. അവിടെ ഒരു സ്വതന്ത്ര സഭയുണ്ടായിരുന്നു. അല്ല, IPC ഉണ്ട്, സ്വതന്ത്ര സഭയുണ്ട്. ഇത് IPC സഭയാണ്. അന്ന് കണ്ണങ്കേരിൽ ചാക്കോച്ചൻ എന്ന് പറയുന്ന ചാക്കോച്ചൻ അപ്പച്ചനാണ്. ഞങ്ങൾ പുത്തൻകുരിശിലെ അപ്പച്ചൻ എന്ന് വിളിക്കും. അപ്പച്ചനാണ് അവിടുത്തെ ആദ്യത്തെ. പുത്തൻകുരിശിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ മെൻറ്ററും സ്നാനപ്പെടുത്തിയ ആളും മേപ്രായില് പുത്തൻകുരിശ് ചാക്കോച്ചൻ അപ്പച്ചനാണ്. പുത്തൻകുരിശിലെ അപ്പച്ചനാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ അനുഗ്രഹീതനായ ഒരു ദൈവദാസനായിരുന്നു. സത്യത്തിൽ ഇങ്ങനെയുള്ള പിതാക്കന്മാരൊക്കെ ഒത്തിരി വിസ്മരിക്കപ്പെട്ടു പോകുന്നുണ്ട്, അല്ലേ? പുതിയ തലമുറയ്ക്കൊന്നും ഇവരെ കുറിച്ചൊന്നും ഒന്നും അറിയില്ല. ഓക്കെ. എനിക്ക് അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യത്തിൽ പോയി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെയുള്ള പിതാക്കന്മാരെ കുറിച്ചൊന്നും ഒരറിവില്ല. അവരാരും പേരിന് വേണ്ടിയോ പെരുമയ്ക്ക് വേണ്ടിയോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഇന്നത്തെ പോലുള്ള സ്വാത്വികരായിട്ട് ജീവിച്ച ആളുകളാണ്. വളരെ നിസ്വാർത്ഥമായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു. ദൈവം അവരെ വിളിച്ച് ആക്കി വെച്ചെടുത്ത് അവർ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു. അന്നൊന്നും ഈ പറയുന്ന പോലെ ആരുടെയും സഹായം ഒന്നും പ്രതീക്ഷിച്ചല്ലല്ലോ അവർ സുവിശേഷ വേലയ്ക്കൊക്കെ ഒന്നുമല്ല.
ഓക്കെ, ഫാദറിനെ കുറിച്ച് പറഞ്ഞാൽ ഫാദർ അങ്ങനെ 21-ാമത്തെ വയസ്സിൽ ഒരു പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്നു. ദെൻ പിന്നീട് എന്തുവാ ഫാദറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അദ്ദേഹം തീരെ ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിൻ്റെ ഭാരം ഏൽക്കേണ്ടി വന്നു. അതുകൊണ്ട് ചെറിയൊരു ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. ആ ബിസിനസ് എല്ലാം കളഞ്ഞ് കർത്താവിൻ്റെ വേല, അദ്ദേഹം അതിനിടെ ഫാദറിൻ്റെ ഒരു അനുജനുണ്ടായിരുന്നു. എൻ്റെ ഫാദറിനേക്കാളും എൻ്റെ അച്ഛൻ പറയുന്നത് അച്ഛനേക്കാളും മിടുക്കനായിരുന്നു അദ്ദേഹം. അന്ന് കുമ്മനാട് പോയി വചനം പഠിച്ചു. വചനം പഠിച്ച് അതിൽ അച്ഛൻ ഈ ബിസിനസ് നോക്കും, അദ്ദേഹം വചനം പഠിക്കുന്നു. ബിസിനസ്സായിരുന്നു? തുണി ബിസിനസ്, ജൗളിക്കട, പണ്ടത്തെ ജൗളിക്കട. ഞാൻ അപ്പോൾ ജൗളിക്കടയുടെ കാര്യം പറയുമ്പോൾ ഈ പഴയ കാലത്ത് നമുക്ക് ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തെ വർഷത്തിൽ ഒരു ഡ്രസ്സേ ഉള്ളൂ, ഒരു ജോഡിയാണ്. അത് ജൗളി വാങ്ങുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ, ഇന്നത്തെ അതിൻ്റെ ഒരു മണമൊക്കെ ഇപ്പോഴും എൻ്റെ മൂക്കിലുണ്ട്. പിന്നെ ചീട്ടി തുണി, അതൊക്കെ അത് വർഷം അവസാനത്തോടു കൂടി നമ്മൾ അതെ കയറിപ്പോയി. എനിവേ അതൊക്കെ ഒരു കാലം. അപ്പോൾ അങ്ങനെ വന്നു. അതിനു മുമ്പായി ഒരു ചെറിയൊരു ചരിത്രമുണ്ട്. ചരിത്രം ഇതാണ്. അദ്ദേഹത്തിൻ്റെ അനുജന് കുമ്മനാട് ബൈബിൾ സ്കൂളിൽ, കുമ്മനാട് ബൈബിൾ സ്കൂൾ തുടങ്ങിയിരുന്നു. അപ്പം അവിടെ നിന്ന് വരുന്ന പാട്ടുകളൊക്കെ കൂടി പാടും. പാട്ടുകൾ പാടി ഇവർ സന്തോഷിക്കുമ്പോൾ ഈ യുയമയത്തിൽ നിന്ന് അപ്പൻ ശക്തനായ യുയമയക്കാരനാണ്, മരണക്കാരനാണ്. അവരെ ഈ പട്ടമുക്കൽ കുടുംബത്തിൻ്റെയും ഈ മാനങ്കേൽ കുടുംബത്തിൻ്റെയും ബ്രാഞ്ചിലുള്ളൊരു ശാഖ. അതിരിക്കുമ്പോൾ ചോദിക്കട്ടെ, ഈ മാനങ്കേരിൽ അമ്മച്ചി, മാനങ്കേരില അതാരാ? ഞങ്ങളുടെ അച്ഛൻ്റെ ഇപ്പോഴത്തെ ഞങ്ങളുടെ അച്ഛൻ്റെ കസിൻ്റെ വൈഫാണ് കുഞ്ഞുമാമ. അതെ അതെ, ശമൽച്ചാനാണ് എൻ്റെ അച്ഛൻ്റെ കസിനാണ് കുടുംബത്തിലെ. മാനങ്കേരി കുടുംബത്തിൽ നിന്ന് ധാരാളം ആളുകൾ വിശ്വാസപാതയിലേക്ക് വന്നു ആദ്യമായിട്ട് ഇറങ്ങുന്നത് എൻ്റെ ഫാദർ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഇങ്ങനെ കുമ്മനാട് നിന്ന് വന്ന് ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ യോയമയത്തിൽ മാറിയ ആ ക്ഷീണം ഭയങ്കരമാണ് എൻ്റെ ഫാദറിന്. അതിൻ്റെ ഒരു വേദനയുണ്ട് ഭയങ്കരമുണ്ട്. വരുമ്പോൾ ഈ പാട്ടൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഓടിച്ചെന്ന് ഒരു പത്തലെടുത്തുകൊണ്ട് വന്നിട്ട് രണ്ടുപേരെയും പൊതിരെ തല്ലി. ചേട്ടനെ അനിയനെ തല്ലി. അനിയൻ അതോടുകൂടെ കിടപ്പായി പോയി. ഏതെങ്കിലും മർമ്മസ്ഥാനത്ത് അടിച്ച് അതോടുകൂടി ടൈഫോയിഡായി. 2 പേർക്കും ടൈഫോയിഡായി പോയി. രണ്ടുപേരും ബോധം കെട്ടുപോയി. ജ്യേഷ്ഠനും അനിയനും ശരിക്കും തല്ലുകൊണ്ട് സിക്കായി രണ്ടുപേരും സിക്കായി കിടക്കുമ്പോൾ ആ കിടപ്പോടുകൂടി അനുജനങ്ങ് മരിക്കുകയായിരുന്നു. ഈ 20 വയസ്സ് കാണും, 20 വയസ്സ് മരിക്കുകയായിരുന്നു. അങ്ങനെ രണ്ടുപേരും സിക്കായിട്ട് കിടക്കുകയാണ്. അച്ചാനും മരണത്തോട് മല്ലിടുകയാണ്. മല്ലിടുമ്പോഴാണ് കർത്താവ് അന്ന് രാത്രിയിൽ വിളിക്കുക, ഇതിൽ ഞാനൊരു ഒരു ആർമിയിലേക്ക് ഞാൻ റിക്രൂട്ട് ചെയ്യാൻ പോവാ, നീ വിഷമിക്കേണ്ടായിരുന്നില്ല, നീ പോകുന്നിടത്ത് ഞാനുണ്ട്, ഞാൻ എവിടെ അയച്ചാലും നിനക്ക് പോകാൻ ഒക്കുമോ? കർത്താവ്, അത് റിക്രൂട്ട്മെൻറ്റ് ഓഫീസറായിട്ട് കാണുന്നൊരു ദർശനമാണത്. കർത്താവ് പോകാം. ആ സമയത്ത് അനുജൻ്റെ മരണവും അടക്കവും എല്ലാം കഴിഞ്ഞിരുന്നു. അപ്പം ഈ സ്വന്തം പിതാവിൻ്റെ മർദ്ദനമേറ്റ് ഇളയ സഹോദരൻ മരിക്കുന്ന അതിൻ്റെ ഒരു ട്രോമ എന്നാലോചിച്ച് നോക്കി. വല്ലാത്തൊരു ട്രോമയായിരുന്നു. പക്ഷേ ആ സമയത്ത് കർത്താവുമായിട്ട് പുള്ളിയുടെ ബിസിനസ് എല്ലാം വിട്ടു. കർത്താവുമായിട്ട് സജീവമായ ബന്ധം. ആ ദർശനത്തിൽ കൂടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ്. അതോടെ വീട് വിടുകയാണോ? അതോടെ പിന്നെ നേരെ വരുന്നത് മേപ്രാലാണല്ലോ അവരുടെ സ്നാനപ്പെട്ട സഭ, അടുത്ത സഭ മേപ്രാലാണ്. മേപ്രാൽ സഭ. ഈ അവസരത്തിൽ മേപ്രാക്കാരോട് ഭയങ്കര നന്ദിയുണ്ട്. അവരാണ് പുത്തക്കുരിശിലെ അപ്പച്ചനാണ് അവരെ വിശ്വാസത്തിൽ നിലനിർത്തിയത്. അവിടുത്തെ വിശ്വാസികളായിട്ട് പിന്നെ അച്ഛൻ വരികയായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അമ്മയുമായിട്ടുള്ള വിവാഹം നടന്നു. അമ്മയുടെ പേരെന്തോ? അമ്മയുടെ പേര് തങ്കമ്മ. ഏത് കുടുംബം? കോട്ടയത്ത് പഴയ ആദ്യത്തെ വിശ്വാസികളിലൊന്നായ കടവൂർ സ്കറിയ ചെറിയാൻ്റെ മകളാണ് എൻ്റെ കടവൂർ സ്കറിയ ചെറിയ. കോട്ടയം പ്രോപ്പർ കോട്ടയമാണോ? താഴത്തങ്ങാടി. അതായത് നമ്മുടെ കുഞ്ഞ് പാസ്റ്ററുടെ ഏറ്റവും മൂത്ത ഒരു സിസ്റ്ററേ ഉള്ളൂ. KC ചെറിയാൻ്റെ
പെങ്ങളാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാസ്റ്റേഴ്സിൽ ഒരാളായിരുന്നു പിന്നെ കുഞ്ചാൻ. അതായത് കുഞ്ചാൻ ഈ കോട്ടയം ടാബർനാക്കിൾ സഭയിൽ ശുശ്രൂഷിക്കുന്ന ആദ്യ കാലഘട്ടത്തിൽ ഞാൻ അന്ന് കൊച്ചു പയ്യന കോട്ടയത്ത് ഞാൻ കുറച്ച് കാലം ഗുഡ് ന്യൂസിലുണ്ടായിരുന്ന കാലഘട്ടം, അതിന് ശേഷമുള്ള കാലഘട്ടമൊക്കെ. അപ്പോൾ എൻ്റെ ഫാദറിനെയൊക്കെ അറിയാവുന്നത് കൊണ്ട് ആ ഒരു വാത്സല്യം എന്നോട് എന്ത് ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നല്ലേ? അദ്ദേഹം എൻ്റെ പാസ്റ്ററായിരുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു ആ സംസാരവും ഒരു മാനറിസം ഒക്കെ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ മറന്നു പോകത്തില്ല. കുഞ്ചാനെ മറക്കാനൊക്കെ. കുഞ്ചാൻ എൻ്റെ ഇളയ അമ്മാച്ചനാണ്, അമ്മയുടെ നേരെ ഇളയ ബ്രദറാണ്. അവർ കോട്ടയത്തെ ആദ്യം സ്നാനം നടക്കുന്നത്, ആദ്യത്തെ സ്നാനം 13 പേരാണ് സ്നാനപ്പെട്ടത്. അന്ന് എൻ്റെ അമ്മയ്ക്ക് 13 വയസ്സുണ്ട്. ഏറ്റവും അവസാനത്തെ മരിച്ച ആളും അമ്മയാണ്. അത് അമ്മയുടെ മരണം ആഞ്ഞിലിത്താനത്ത് വെച്ചാണ് നടക്കുന്നത്. അപ്പം നമ്മൾക്ക് ഇന്ന് കർത്താവിൽ ആയിരിക്കുന്ന നമ്മുടെ A.T. ജോർജ് സാറ് ആ സാക്ഷിയോടെന്ന് പറഞ്ഞു. കോട്ടയത്തു നിന്നൊരു വലിയൊരു ഗ്രൂപ്പ് വന്ന് അവർ അക്നോളജ് ചെയ്ത് അവർ വളരെ അനുഗ്രഹമായ ഒരു കോട്ടയത്തെ പെന്തക്കോസ്തിൻ്റെ വളർച്ചയുടെ ഒരു നിർണായകമായ ഒരു കാലഘട്ടമായിരുന്നു. അതെ, അവർ കുഞ്ചാനൊക്കെ എന്ന് പറയുന്ന ഒരു പിൽക്കാലത്താണെങ്കിലും വളരെ വിശുദ്ധമായൊരു ജീവിതം നയിച്ച, നമുക്കൊരു ഒരു മാർക്ക് പോലും ഇടാനില്ലാത്ത, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് സ്പോട്ട് പോലും ഇല്ലാത്ത ഒരു ക്ലീൻ ഷീറ്റ് പോലുള്ളൊരു ജീവിതം നയിച്ച വല്യപ്പനും വല്യപ്പച്ചനും അതേപോലെ വിശ്വാസത്തിനോട് നിൽക്കുന്ന ആളായിരുന്നു, ശക്തമായിട്ട് നിൽക്കുന്ന, രോഗശാന്തി ഉള്ളതെല്ലാം കർത്താവിന് വേണ്ടി കൊടുത്ത ഒരു തലമുറ, അവരുടെ ജീവിതം തന്നെ വലിച്ചെറിഞ്ഞു കൊടുത്തവരാ. അതെ. ഓക്കെ, എനിവേ നമ്മൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരുമ്പോൾ ഈ പിതാവും മാതാവും അവരുടെ വിവാഹം നടന്ന് ആ സമയമൊക്കെ ആയപ്പോഴേക്ക് അദ്ദേഹം സുവിശേഷ വേലയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. പകുതി കുമ്മനാട് പഠിക്കും, വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദർശനം കാണുന്നത്. അദ്ദേഹം ഒരു ഓല കെട്ടിയ ഒരു വീട് കാണുന്നു. അത് തലവടി. അവിടേക്ക് പോകാൻ ദൈവാത്മാവ് പറയുക. അവിടെ അന്നേരം അമ്മയുടെ വീട്ടുകാരെല്ലാം, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വീട്ടുകാരെല്ലാം അവിടുത്തുകാരാണ്. ആ വീട്ടുകാർ ഒറ്റത്തെങ്കിൽ എന്ന് പറയും. ഒറ്റത്തെങ്കിൽ കുടുംബമാണ് അമ്മ, എൻ്റെ വല്യമ്മ, അവരുടെ അടുത്താണ്. അപ്പോൾ ഈ ദർശനമായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലേ എങ്ങനെ പോകുന്നൊന്നും അറിയത്തില്ല. പക്ഷേങ്കിൽ അവിടെ പ്രവർത്തനം തുടങ്ങി. ആദ്യമായിട്ട് കർത്താവിൻ്റെ അന്നേരം മേപ്ര സപ്പോർട്ടുണ്ട്. മേപ്ര സപ്പോർട്ടോടു കൂടിയാണ് മേപ്ര സഭയുടെ ഒരു സഹായം, ഒരു എക്സ്റ്റൻഷൻ പോലെ മനസ്സിലായി വരിക. തലവടിയിലോട്ട് വരിക. തലവടിയിൽ ഒറ്റത്തെ ഇവിടെ ആനപ്പറമ്പാൽ തുടങ്ങി ഏകദേശം 3.5 വർഷം അവിടെ പാടി, ഇഷ്ടം പോലെ പാടറി പിടിച്ചു. ഇന്ന് ഞാനിന്ന് ചില ജീവചരിത്രം നോക്കുമായിരുന്നു. നമ്മുടെ ഈ ഒരു കോൺവെർസേഷനകത്ത് പിന്നെ ആമ്പലരി പുഴുങ്ങി, അന്ന് ദേശം മുഴുക്കെ ക്ഷാമമായി, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. എനിക്ക് എൻ്റെ എക്സാക്റ്റ് ഇയർ ഞാൻ ഓർക്കുന്നില്ല. ആമ്പലരി എൻ്റെ ഒരു അനുജനുണ്ടായിരുന്നു, 12 വയസ്സ്. ആമ്പലരി എന്ന് പറയുന്നത് ആമ്പൽ പൂവ് ഉണങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആമ്പലരി. ഈ കുട്ടനാടായതുകൊണ്ട് അതൊക്കെ ധാരാളം. രാജാൻ്റെ അനുജൻ്റെ ഒരു മിടുക്കനായ ഒരു അനിയനുണ്ട്, വേറൊരു അനിയനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ശമൽ ചാൻ ഞങ്ങൾ വിളിക്കും. ഉപ്പാപ്പന് വള്ളത്തെ ചെന്ന് തുഴഞ്ഞ് ഈ ആമ്പലരി പിക്ക് ചെയ്തുകൊണ്ട് വന്ന് ആമ്പലരി എടുത്ത് ഇഷ്ടംപോലെ കഞ്ഞി കുടിക്കും. തകരയുടെ പുഴുങ്ങി കഴിക്കുക. ഞാൻ കഴിച്ചിട്ടുണ്ട്. 3 വർഷം കഴിഞ്ഞു. അപ്പോൾ എന്താ താഴത്തങ്ങാടിൽ സാമാന്യം നല്ല കുടുംബം, ഒരു നല്ല ഭേദപ്പെട്ട ഒറ്റ മോളേ ഉള്ളൂ. പക്ഷേ 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ ചെവി കേൾക്കാതെയായി. കാരണം പലതരത്തിലുള്ള അസുഖങ്ങൾ ബാധിക്കാൻ തുടങ്ങി. ആരോഗ്യ പ്രശ്നങ്ങൾ പക്ഷെങ്കിൽ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പക്ഷെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ 20 or 18 പേരടങ്ങുന്ന ഒരു സഭയോടെ രൂപപ്പെട്ടു. ഈ മേപ്രാല് ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ടു. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട തലവടിയിൽ ആനപ്പറമ്പാലം. അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ പാസ്റ്റർ KC ജോണിൻ്റെ അമ്മ. ഇടയത്ര നമ്മുടെ ബേവിച്ചാൻ, നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ബേവിച്ചാൻ്റെ അമ്മ. അദ്ദേഹത്തെ ബേവിച്ചാനെ എന്നെക്കാളും കാര്യമായിരുന്നു എൻ്റെ ഫാദർ. അത്ര സ്നേഹമായിരുന്നു, മകനെ പോലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ പാസ്റ്റർ രാജു അബനേസറിൻ്റെ പേരൻസ്, നമ്മുടെ അതുപോലെ തന്നെ പൂവക്കാട്ടെ നമ്മുടെ
പാസ്റ്റർ നിങ്ങളുടെ ചർച്ചിലുള്ള മരിച്ചുപോയല്ലോ പ്രസാദിൻ്റെ ബ്രദർ, ബ്രദർ അമ്മാമ്മ, അവരെല്ലാവരും അവരെ ആ കുടുംബങ്ങൾ 10-18 കുടുംബങ്ങളുണ്ടായി. അവിടുന്ന് അങ്ങനെയാണ് അവിടുത്തെ വേല തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം പിന്നെ പോയത് മേപ്രാലെ പാസ്റ്ററായിട്ട്. അന്നേരത്തേക്ക് കണ്ണങ്കേരിലെ ചാക്കോച്ചാന് പുത്തൻകുരിശിലോട്ട് പോയി അപ്പം പിന്നെ മേപ്രായിലെ പാസ്റ്ററായിട്ട് പോയി. അപ്പോൾ തീരെ യങ്ങായിരിക്കുമ്പോൾ തന്നെ മേപ്രാൽ സഭയുടെ വിശ്വാസിയായിട്ട് ഇരുന്ന ഒരാൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇമ്പോസിബിലിറ്റീസ്. അങ്ങനെയാണ് മേപ്രായിലേക്ക് പാസ്റ്ററായിട്ട്. പിന്നെ അദ്ദേഹത്തെ അറിയപ്പെടുന്ന മേപ്രാൽ കുഞ്ഞച്ചൻ എന്നായിരുന്നു. മേപ്രാൽ കുഞ്ഞച്ചൻ എന്നായിരുന്നു. ഓക്കെ. എനിവേ ഈ മേപ്രാല് അതുപോലുള്ള പിന്നീട് ഏതൊക്കെ സ്ഥലങ്ങളിൽ അദ്ദേഹം പിന്നെ അവിടുന്ന് കാർത്തികപ്പള്ളിക്ക് പോയി. അതിനുശേഷം കാർത്തികപ്പള്ളിക്ക് പോയതിന് ശേഷം കാർത്തികപ്പള്ളിയല്ല, അതിനുശേഷം അവിടുന്ന് ബെല്ലാറിയിലേക്ക് പോയി. കർണാടകയിൽ പോയി. കർണാടകയിൽ 3 വർഷം ഉണ്ടായിരുന്നു. അതായത് പാസ്റ്റർ കർണാടകയിലെ ആദ്യത്തെ പ്രവർത്തകനായിരുന്ന പാസ്റ്റർ VJ അബ്രഹാമിൻ്റെ ഭാര്യ മേപ്രായിലെ പരുവപ്പറമ്പിൽ എന്ന് പറയുന്ന അവിടുത്തെ വീട്ടിലെ അമ്മാമയാണ്. ഇവർ തമ്മിലുള്ള ബന്ധം കൊണ്ട് കർണാടകയിൽ ശുശ്രൂഷയ്ക്ക് പോയി. അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് നേരം ഹ്യൂബ്ലിയിൽ ഉണ്ടായിരുന്നു. ഹുബ്ലി കർണാടക എഴുതാനും വായിക്കാനും പഠിച്ചു, പ്രസംഗിക്കാനും പഠിച്ചു. അത് കഴിഞ്ഞ് അവരവിടുന്ന് ബെല്ലാറിയിലേക്ക് പോയി. ബെല്ലാറിയിൽ ചെന്ന് വേല തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇനിയും പറയുന്നത് ഒരു പക്ഷേ കോൺട്രവേഴ്സി ആകാം. വേല തുടങ്ങി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്വീഡനിൽ നിന്നൊരു മിഷണറിയാണ് ബെല്ലാറിയിലേക്ക് 12 രൂപയാണ് കൊടുക്കുന്നത്. 12 രൂപ അത് വാടക മാത്രം സപ്പോർട്ടത്രയാണ്, വാടക മാത്രം. ആ വാടക കുറെ കഴിഞ്ഞപ്പോൾ അന്ന് വന്ന ലീഡർഷിപ്പ് പറഞ്ഞു ഇനി അത് തരാനൊക്കത്തില്ല. സ്വീഡനിൽ നിന്ന് കിട്ടുന്നുണ്ട്, പക്ഷേ ബെല്ലാറിലോട്ട് സപ്പോർട്ട് ചെയ്യാനൊക്കത്തില്ല എന്ന് പറയുന്നു. കരഞ്ഞ് വിഷമിച്ച് ബെല്ലാറിക്ക് വേണ്ടി, കർണാടകയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി പോയാണ്. അങ്ങനെയൊക്കെ വളരെ കരഞ്ഞ് വളരെ വിഷമിച്ച് അദ്ദേഹത്തെ മാറ്റി. പിന്നെ വരുന്ന കാർത്തിപ്പള്ളിയാണ്. കാർത്തിപ്പള്ളിയിലാണ് പിന്നെ ആ സമയത്ത് വരുന്നത്. അന്ന് കാർത്തിപ്പള്ളി 3 വർഷം താമസിച്ചു. കാർത്തിപ്പള്ളിയിൽ ആ സമയത്താണ് നമ്മുടെ ഡോക്ടർ AK ജോൺ വിശ്വാസത്തിലേക്ക് വരുന്നത്. AK ജോണും അതുപോലെ നരീഞ്ചിൽ കുടുംബം അന്നേരം അവർ ഓൾറെഡി ഉണ്ട്. നരീഞ്ചിൽ കുടുംബം നേരത്തെ ഉണ്ട്. നരീഞ്ചിൽ അതിന് മുമ്പേ ഉണ്ട്. NC ജോർജ് കുട്ടിയുടെ കുടുംബം പേരൻസ് ഒക്കെ അവർ ഓൾറെഡി ഉണ്ട്. പക്ഷേ ജോണിച്ചായൻ, ഞാൻ ജോണിച്ചായൻ എന്നാണ് സ്നേഹത്തോട് വിളിക്കുന്നത്. ജോണിച്ചായനെ നന്ദിയോടെ സ്മരിക്കുന്നു. ജോണിച്ചായനാണ് അദ്ദേഹത്തെ അവരുടെ കാലത്താണ് ഇവർ പാസ്റ്റർ എമി വർഗീസ് ഇവരെ പ്രായക്കൂടുതൽ എൻ്റെ അച്ഛനാണെങ്കിലും പാസ്റ്റർ എമി വർഗീസ് ഇവർ രണ്ടുപേരും കൂടെ ഒരു പരസ്യയോഗം കാർത്തിപ്പള്ളി തെരുവെന്നാണ് പറയുന്നത്. അവിടെ എൻ്റെ ഫാദർ വയലിൻ വായിക്കുമായിരുന്നു. വയലിൻ വായിക്കുന്ന ബേബിച്ചാൻ നന്നായിട്ട് ഫ്ലൂട്ട് വായിക്കുമായിരുന്നു. ഇവർ പാടി. ബേബിച്ചാന് നല്ലൊരു ഗായകനും കൂടെ അല്ലേ? എത്ര മനോഹരമായ പാട്ടുകളാണ് പിന്നെ അദ്ദേഹം പാടിക്കൊണ്ടിരുന്നത്. കല്യാണം അദ്ദേഹത്തിൻ്റെ ഈ മരണത്തിൻ്റെ അല്ലെങ്കിൽ ഈ സമീപകാലത്ത് വരെ അദ്ദേഹം കല്യാണ ശുശ്രൂഷകൾ നടത്തുകയും ആ കല്യാണ ശുശ്രൂഷകൾ ഗംഭീരമായിട്ട് പാട്ടുകൾ പാടുകയും. ഇവരുടെ പാട്ട് ചെറുപ്പക്കാരെ ആകർഷിച്ചു. അങ്ങനെ അവിടെ ഒന്ന് വചനം കേട്ട ജോണിച്ചാൻ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു. അങ്ങനെ AK ജോൺ സാറ് വരുന്നത്. അതിനുശേഷം അദ്ദേഹം പിന്നെ പാസ്റ്റർ PMൽ പോകുന്നു എന്നാണ് പറയുന്നത്. കാർത്തിപ്പള്ളിയിൽ ഒരു കൺവെൻഷൻ വന്നു, സ്നാനത്തിൻ്റെ ഉപദേശം കൊടുത്തു, സ്നാനപ്പെട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്നാനപ്പെട്ടതിൻ്റെ അന്ന് ഉച്ച കഴിഞ്ഞ് ജോണിച്ചാനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പം നിന്നെ മുഖ്യ ഉപദേശിയുടെ വീട്ടിലോട്ട് നീ പോക്കാളാൻ പറഞ്ഞു. അല്ല, അന്ന് കാലത്തൊക്കെ ഈ വിശ്വാസത്തിന് വേണ്ടി ഇവരൊക്കെ അനുഭവിച്ച ത്യാഗം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ത്യാഗം അല്ലേ? വീട്ടിൽ നിന്ന് ഇറക്കി വിടുക. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ 92 വയസ്സുള്ള ഒരു അമ്മച്ചിയെ കണ്ടു. വൈ തോമസ് എന്ന് പറഞ്ഞ IPC പാസ്റ്റർ. വൈ തോമസിൻ്റെ ഭാര്യ
വൈ തോമസിൻ്റെ ഭാര്യ ഒരു ജോലിക്കാരിയായിട്ട് മലബാറിൽ പോയി അവിടെ വെച്ച് ഒരു കൊച്ചു പയ്യൻ്റെ സുവിശേഷ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ നിന്ന് അപ്പനും മൂത്ത ജ്യേഷ്ഠനും കൂടെ ഇറക്കി വിട്ടു. ഏതാ ഒരു 10, 20, 22 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവിടം തൊട്ട് 10, 15, 20 കിലോമീറ്റർ നടന്ന് കുമ്പനാട്ട് വരെ രാത്രി വനത്തിലൂടെയൊക്കെ നടന്ന് യാത്ര ചെയ്ത് വരുന്ന അവരൊക്കെ അനുഭവിച്ചിട്ടുള്ള ആ വിശ്വാസത്തിന് വേണ്ടി ജീവിതം വലിച്ചെറിഞ്ഞു കൊടുത്ത ആളുകളുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് എത്ര തീവ്രമായിരുന്നു. ഇന്ന് നമുക്കതൊന്നും സങ്കല്പിക്കുവാൻ പോലും വയ്യാത്ത തരത്തിലുള്ള തീവ്രമായ അനുഭവങ്ങൾ. ജോണിച്ചാന് ആഹാരം കൊടുത്തില്ല അമ്മച്ചി. ഞങ്ങൾ രണ്ടാമത് തവണ കാർത്തിപ്പള്ളി ചെന്നപ്പോഴാണ് ഞാൻ ഈ കഥകൾ 2 പ്രാവശ്യം കാർത്തിപ്പള്ളി ഇരുന്നിട്ടുണ്ട്. ആലപ്പുഴ സെൻട്രൽ പാസ്റ്ററായിട്ട് പോയ ഒരു വഴിയുണ്ട്. അപ്പോൾ അതിന് ഇരുന്നപ്പോൾ പുള്ളി വിശന്ന് വരികയാണ്. അന്നേരം ഇവരെല്ലാം കഴിച്ചിട്ട് പോകുമ്പോൾ ജോണിച്ചാൻ വന്ന് അവിടെ വാതൊക്കെ വന്ന് ഇങ്ങനെ നോക്കുകയോ അമ്മയ്ക്ക് മനസ്സിലായി ജോണിക്കുട്ടി എന്തോ പറ്റി. ജോണി കല്ലും കഴിച്ചൊന്നുമില്ല. ജോണിച്ചാൻ്റെ ജോണിച്ചാൻ്റെ സാക്ഷ്യമാണ് അന്ന് തങ്കമ്മ സഹോദരി തന്ന ആ വാട്ടുകപ്പ. അത് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാനൊക്കത്തില്ല. ലോകത്തിലെ എല്ലാ കോഴ്സ് മീലും കഴിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. പിൽക്കാലത്ത് അദ്ദേഹം അമേരിക്ക വന്ന് ഡോക്ടറേറ്റ് ഇൻ തിയോളജി Medഉം ഒക്കെ എടുത്ത് ഭയങ്കര ശക്തമായ ഒരു വലിയ ഒരു മനുഷ്യനായി മാറി. എന്തായാലും പറയുന്നത് അന്ന് കഴിച്ച ആഹാരത്തിൻ്റെ രുചി ഇപ്പോഴും ഇന്നും മറന്നിട്ടില്ല. സഭായോഗത്തിന് സാക്ഷ്യം പറയുന്നത് എൻ്റെ ചെവി കൊണ്ട് ജോണിച്ചാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊക്കെയായിരുന്നു ആദ്യത്തെ. അതിന് ശേഷം പിന്നെയും അവർ കുഴിക്കാലയിൽ വെച്ചാണ് എൻ്റെ ജനനം. കുഴിക്കാല ഫെയ്ത്ത് ഹോമിൽ വെച്ചാണ് എൻ്റെ ജനനം. പിന്നെ അത് കഴിഞ്ഞ് അതിന് മുമ്പായി ഓതറ, പിന്നെ പുനലൂർ, അതിനുശേഷം പുനലൂർ പോയി, അതിന് മുമ്പ് പുനലൂർ പോയി. ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ പിന്നീട് അതിന് ശേഷം പിന്നെയും മേപ്രാലിൽ വന്നു. മേപ്രാലിൽ 3 തവണ ഒഫീഷ്യലായിട്ട് ഇരുന്നിട്ടുണ്ട്. 4 തവണ ഇരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും 1 തവണ ഇവിടെ പുനലൂർ പോയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ആഞ്ഞിലിത്താനത്ത് വന്നു. ആഞ്ഞിലിത്താനത്ത് വന്ന് അവിടെ വന്നപ്പോഴാണ് ഞങ്ങളവിടെ സെറ്റിൽ ചെയ്യാനായി ഇടവന്നത്. ഓക്കെ. അപ്പം പിതാവിൻ്റെ ആ ഒരു ജീവിതം. നിങ്ങൾ എത്ര പേരാണ് മക്കൾ? ഞങ്ങൾ 2 പേരാണ്. 2 പേരാണ്. എൻ്റെ സിസ്റ്റർ ഇവിടെ തന്നെയുണ്ട്, ന്യൂജേഴ്സി തന്നെയുണ്ട്. സിസ്റ്റർ പേര് എൽസി, ഹസ്ബൻഡ് തോമസ് കുട്ടി. ഓക്കെ. അവർ കുടുംബമായിട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പം നിങ്ങളുടെ ലൈഫ്, അതായത് മക്കളെന്നുള്ള നിലയിൽ നിങ്ങൾ ഈ പാസ്റ്ററുടെ കുടുംബം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഫാമിലി, ആ ലൈഫ്, നിങ്ങളുടെ ബാല്യത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു. നിങ്ങളന്ന് എങ്ങനെ? ഞങ്ങൾ വന്നപ്പോഴത്തേക്കിന് പട്ടിണിയെല്ലാം മാറി. ഓ യെസ്, ഞങ്ങൾ ആ പട്ടിണി കിടന്നിട്ടേ ഇല്ല. ആദ്യം ഇവർക്ക് മക്കളില്ലായിരുന്നു. ഇറങ്ങിയ കാലത്ത് പട്ടിണി കിടക്കുന്ന സമയങ്ങളിൽ മക്കളില്ല. അന്നേരം മക്കളില്ലാത്ത ഉപദേശിതാണെന്ന് അറിയപ്പെടുന്നത്. ഉപദേശിനെ അതാണല്ലോ വിളിക്കാണല്ലോ പാസ്റ്ററായത് അവളല്ല. ഈ മക്കളില്ല. അതിന് പ്രത്യേക കാര്യമുണ്ട്. അന്ന് മക്കളെ തന്നിരുന്നുവെങ്കിൽ പോയനെ. അതിനിടയ്ക്ക് എനിക്ക് മുമ്പായി 2 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു. അവർ മരിച്ചുപോയി. ജനിച്ച സമയത്ത് മാൽന്യൂട്രീഷനാണ് കാരണം. ഈ അലച്ചിലും ഭക്ഷണം കഴിക്കാതെയും പട്ടിണി കിടന്നും ഒക്കെയുള്ള ശാരീരിക പ്രയാസങ്ങൾ, മാൽന്യൂട്രീഷനാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം. പിന്നെ എനിക്ക് എൻ്റെ നേരെ മൂത്തൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്റർ മരിച്ചുപോയി. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ സർവൈവ് ബൈ 2 പേര്. നിങ്ങളുടെ ബാല്യം പട്ടിണിയൊന്നുമില്ല, എന്നാലും പാസ്റ്ററുടെ മകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അങ്ങനെ പ്രശ്നം ഒന്നും ഉണ്ടായിട്ടില്ല. ഭക്തിയുള്ള ഒരു ജീവിതമാണ് നയിച്ചിരുന്നത് അല്ലേ? ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാല്യത്തിൻ്റെ ഈ കൗമാരത്തിൻ്റെ അഡോലസൻസിൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും വെളിയിൽ അങ്ങനെ വന്നിട്ടില്ല. വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. സുവിശേഷ വേല താത്തൊപ്പിക്കരുത് എന്നോട് വളരെ ക്ലിയറായിട്ട് പറയുമായിരുന്നു. എന്നാൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ അനുഭവിച്ചില്ല. എനിക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. വളരെ കാര്യമായിട്ട് പ്രാർത്ഥിക്കും. ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഈ പലതരത്തിലുള്ള ഈ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്ന വ്യക്തിയായിരുന്നു.
പ്രത്യേകിച്ച് ഭൂതശാന്തി, അങ്ങനെ രോഗശാന്തി, അങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ പ്രത്യേകിച്ച് ഭൂതങ്ങളെയൊക്കെ ഇറക്കാനായിട്ട് എവിടെയെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ട് പോകും. അത്യാവശ്യമായിട്ട് സഭകളിലുള്ളപ്പോൾ തന്നെ പോകും. അപ്പോഴൊക്കെ അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് എനിക്ക് അനുഭവിക്കാമായിരുന്നു. ഉണ്ടായിരുന്നു. രാത്രിയിലൊന്നും ഞാൻ 12 വയസ്സ് വരെ ബെഡേ കിടന്നുറങ്ങിയിട്ടില്ല. രാത്രിയിൽ ഭയങ്കര അസ്വസ്ഥതകളായിരുന്നു. പക്ഷെ അത് ഞാൻ കാണുന്ന മുഴുക്കി ഇവർ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഇടവും പോലുമൊക്കെ ഒരു 4-5 മണി വരെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഒരു 12 വയസ്സ് വരെ എനിക്കുണ്ടായിരുന്നത്. ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച സമയത്ത് മാത്രമാണ് അതൊരു റിലീഫ് പ്രായത്തിൽ തന്നെ യേശുവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചെങ്കിലും സ്വയമായിട്ട് പ്രാർത്ഥിക്കുവാനും സ്വയമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുവാനും തുടങ്ങിയ പിന്നെയാണ്. ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ ഞാനത് അനുഭവിച്ചായിരുന്നു. കാരണം അതിൻ്റെ ഒരു ആഫ്റ്റർ മാത്ത് ആയിരിക്കാം എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുന്നു. ഓക്കെ. എനിവേ, പിന്നെ ഒരു പാസ്റ്റേഴ്സ് കിഡ്സ് അനുഭവിക്കുന്ന അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ട്, കുറ്റം കേട്ടിട്ടുണ്ട്. എന്നെ അങ്ങനെ കുറ്റം പറഞ്ഞിട്ടില്ല. പിന്നെ ഇവരെ വെൽക്കമായിരുന്നു 7 സഭകളിലും. കാരണം 2 പിള്ളേരുള്ളത് കൊണ്ട് എവിടെയും വെൽക്കമായിരുന്നു. കാരണം അധികം പിള്ളേരില്ലല്ലോ അന്നത്തെ കാലത്ത് സഭകളിൽ. എൻ്റെ വീട്ടിലുള്ള പ്രശ്നം, ഞങ്ങൾ 6 മക്കളുണ്ടായിരുന്നു. അപ്പോൾ 6 മക്കളുള്ള ഒരു കുടുംബത്തെ ഒരു സഭയിലേക്ക് എടുക്കുക എന്ന് പറയുന്നത് സഭാജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ബേർഡനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരത് എപ്പോഴും ഒരു പ്രശ്നമായിട്ടുണ്ടാകാം. എനിക്കറിയത്തില്ല അന്ന് കാലത്ത് ഞങ്ങളുടെ ബാല്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. പിന്നെ മലബാർ ആയിരുന്നത് കൊണ്ടും മലബാറിൽ ഈ പറയുന്ന സഭകളൊന്നും അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള സഭകളൊന്നും ആയിരുന്നില്ലല്ലോ. എല്ലാം വളരെ ദരിദ്രമായ സാഹചര്യങ്ങളായിരുന്നു. പാസ്റ്റർ വീട്ടിലും ദാരിദ്ര്യമാണ്, വിശ്വാസികളുടെ വീട്ടിലും ദാരിദ്ര്യമാണ്, അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യം, ഒരുപോലുള്ള സിറ്റുവേഷൻ. എനിവേ, അതൊക്കെ ഒരു കാലഘട്ടമാണ് ജീവിതത്തിൻ്റെ പ്രധാന കാലഘട്ടം. പഠിച്ചതൊക്കെ എവിടെ? ഞാൻ പാസ്റ്ററുടെ മക്കളാകുമ്പോൾ അറിയാമല്ലോ. ഞാനാദ്യം മേപ്ര സ്കൂളിൽ പഠിച്ചു. ഒരു 1ാം ക്ലാസ്സിൽ. എത്ര സ്കൂളിൽ പഠിച്ചു? ഞാൻ 5 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് 10ാം ക്ലാസ് വരെ 5 സ്കൂളിലേ പഠിച്ചുള്ളൂ. 5 പഠിച്ചുള്ളൂ. ഞാൻ 6 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഞാനും 5 സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ലെവലൊക്കെ അറിയാം. അതുകൊണ്ട് അടിസ്ഥാനപരമായുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബാല്യകാല സ്നേഹിതരൊന്നുമില്ല എനിക്ക്. ബാല്യകാല സ്നേഹിതരില്ല. ഇല്ലാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2 വർഷം 3 വർഷമൊക്കെയാണ് ഒരു സ്ഥലത്ത്. കൂട്ടുകാരൊക്കെ ആയി വരുമ്പോഴത്തേനും അടുത്ത സ്ഥലത്തോട്ട് മാറിപ്പോകും. ദൂരോട്ടൊക്കെ ആയതുകൊണ്ട് അവിടെ ചെന്ന് പിന്നെയും ഈ ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് കൂട്ടുകാരൊക്കെ ആയി വരുമ്പോഴത്തേനും വേറെ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകും. അത് പറയുമ്പോൾ എളുപ്പമാണെങ്കിലും അതുകൊണ്ട് സംഭവിക്കുന്നത് ആത്മസ്നേഹിതരോ ബന്ധങ്ങളോ ചെറുപ്പത്തിലെ സ്നേഹിതരൊന്നും ഇല്ലാതായി. അങ്ങനെയില്ല. കാരണം നമ്മൾ ഏത് സിറ്റുവേഷനിലും പോയി അഡ്ജസ്റ്റ് ചെയ്യും. അതെ, 2 ആഴ്ച കൊണ്ട് അവിടോട്ട് അങ്ങ് അസിമിലേറ്റ് ചെയ്യും. അതെല്ലാം ശരിയാണ്. പക്ഷേ നിലനിൽക്കുന്ന ഇപ്പം ഞാൻ എൻ്റെ വൈഫിന് പുള്ളിക്കാരി എപ്പോഴും പറയും, LKG പഠിച്ച കൂട്ടുകാർ തൊട്ട് ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും അവരുമായിട്ടെല്ലാം ബന്ധമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈവൻ കോളേജിൽ പഠിച്ച കാലഘട്ടത്തിലെ പോലും കൂട്ടുകാരുമായിട്ട് എന്തില്ല. ഇപ്പോഴും എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലെ അപൂർവം ചില കുട്ടികളെയൊക്കെ ഓർമ്മയുണ്ടെന്നുള്ളതല്ലാതെ അങ്ങനെയൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എനിക്കുമില്ല. ഇതൊരു പഠന വിഷയമാക്കണ്ടേ? അതെ, സൈക്കോളജിക്കലി നമ്മളിങ്ങനെ മാറി പോലെ. അതെ, ഒരു പഠന വിഷയമാക്കണ്ടേ? ഇവരുടെ പാസ്റ്റേഴ്സ്, ചിൽഡ്രൻ, സൈക്കോ സോഷ്യൽ ആക്ടിവിറ്റി പഠന വിഷയമാക്കേണ്ടത് സത്യമായിട്ട് കേട്ടോ. അപ്പം നമ്മുടെയൊക്കെ സ്വഭാവത്തെയും രീതികളെയും ഒക്കെ മോൾഡ് ചെയ്തതിൽ ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. പാസ്റ്റേജ് ഉണ്ട്. പിന്നെ ഒരുപാട് പേര് എനിക്ക് ഒരുപാട് പാസ്റ്റേഴ്സ്, അതായത് നമ്മുടെ പാസ്റ്റർ മ്യൂറീസിൻ്റെ മകൻ രാജൻ, സണ്ണി, പാസ്റ്റർമാരുടെ മക്കൾ തമ്മിലൊരു വലിയ അടുപ്പമുണ്ട്. ഇപ്പോഴും ഇടയ്ക്കൊക്കെ സണ്ണി ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അവരൊന്നും മറക്കാനൊക്കത്തില്ല. ഉണ്ട്. നമ്മുടെ എൻ്റെ അടുത്തൊരു വേറൊരു സ്നേഹിതരായിരുന്നു ഓസ്ട്രേലിയയിലെ നമ്മുടെ പാസ്റ്റർ EC ജോർജിൻ്റെ മകന് തോമസ് ജോർജ്. തോമസ് ടിച്ചാനോട് ബന്ധം വിട്ടുപോയി. അപ്പോൾ തോമസ് ടിച്ചാനൊക്കെ അതൊക്കെ നമ്മുടെ ഈ PYPA സൺഡേ സ്കൂൾ ആ തലത്തിലൊക്കെ അത് കൂടുതലും ഇത് വരുന്നത് അല്ലേ? അതെ. ഞങ്ങളെ അതിനിടയ്ക്ക് ഞങ്ങൾ പുനലൂരിൽ നിന്ന് വിട്ടു വന്നപ്പോൾ ഞങ്ങൾക്ക് ശേഷം നമ്മുടെ പുനലൂർ വന്ന് പാസ്റ്റർ മാത്യു ശോമലായിരുന്നു. അദ്ദേഹം പാസ്റ്റേഴ്സിൻ്റെ മക്കളെ എല്ലാം കൂടെ വിളിച്ച് ഒരു ഗ്യാതറിങ് നടത്തുമായിരുന്നു. ഓക്കെ, അതിൽ അദ്ദേഹത്തെ നന്ദിയോടെ സ്മരിക്കേണ്ടതുണ്ട്.
അവിടെ വെച്ചാണ് ഞങ്ങൾ ഇവരെ എല്ലാം കാണുന്നതും പരിചയപ്പെടുന്നതും. അതെ 1971 ആ കാലഘട്ടത്തിലാണ്. പിന്നീട് പാസ്റ്റേഴ്സിൻ്റെ മക്കളുടെ ഒരു സമ്മേളനം പാസ്റ്റർ ജോൺ ദാനിയലിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് കുമ്പനാട്ട് വെച്ച്. അന്ന് ഞാൻ വന്നിട്ടുണ്ട്. ഞാനന്ന് പ്രീ ഡിഗ്രി 10ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുമ്പം മലബാറിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് വണ്ടി കയറി ഈ പാസ്റ്റേഴ്സ് കോൺഫറൻസ് മക്കളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അതൊരു വലിയ സ്റ്റോറിയാണ്. ഓക്കെ, എനിവേ അതൊക്കെ ഓരോ അനുഭവങ്ങളാണ്. ഓക്കെ, ജെയിംസ് സാർ എന്നാണ് അമേരിക്കയിലേക്ക് വരുന്നത്? ഞാൻ 1980 കുവൈറ്റിലേക്ക് പോയി. കുവൈറ്റിൽ കുറേ കാലം. കുവൈറ്റിൽ ഞാൻ 19 വർഷം ഉണ്ടായിരുന്നു. അവിടുത്തെ IPC സ്ട്രോങ് വിശ്വാസിയാണ്. IPC അല്ലാതെ വേറൊരു സഭയ്ക്ക് കൂടെ പോലും ഞാൻ പോയിട്ടില്ല, ആരാധനയ്ക്ക് പോലും പോയിട്ടില്ല. ഒരിക്കലും ഒരു ഗസ്റ്റ് പാസ്റ്ററിൻ്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് നിവൃത്തിയില്ലാതെ ഞാൻ അദ്ദേഹത്തെ ചർച്ചക്കോടിൻ്റെ ആരാധനയെ കൊണ്ടുപോയി. അവിടെ എന്നിട്ട് പറഞ്ഞു എന്നെ പിക്ക് ചെയ്യണം, എന്നപ്പം എന്നെ കയറി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായിട്ട് മറ്റൊരു സഭയിലോട്ട് പോകുന്നത്. അത്ര സ്ട്രോങ് IPCക്കാരനാണ് ഞാൻ, ആയിരുന്നു. ഇപ്പൊ ആ ബ്ലഡിനകത്ത് അതൊന്നും ഇല്ലല്ലോ. ഒരിക്കലും ഇല്ല. ഓക്കെ, എനിവേ അപ്പോൾ ഈ കുവൈറ്റ് അനുഭവങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇൻവേഷൻ കാലത്ത് അവിടെ ഉണ്ട്. ഇൻവേഷൻ കാലത്തുണ്ട് അവിടെ. കുവൈറ്റിൽ ഞങ്ങൾ, എൻ്റെ വൈഫ് സൗദി അറേബ്യയിലായിരുന്നു. സൗദി അറേബ്യയിൽ നിന്ന് വന്നു. ഞങ്ങൾ സമാധാനമായിട്ട് താമസിക്കുമ്പോഴാണ് ഈ കുവൈറ്റ് ഇൻവേഷൻ വരുന്നത്. അന്ന് ഞങ്ങളുടെ പാസ്റ്റർ KC ചെറിയാനാണ്. ഇൻവേഷനോട് കൂടി ഞങ്ങൾ അന്ന് ആരാധനയ്ക്ക് ഏറ്റവും തലേ ആഴ്ച പറഞ്ഞായിരുന്നു കേട്ടോ. ഇദ്ദേഹം പ്രസംഗത്തിൽ കൂടെ, അദ്ദേഹം ഒരു പ്രവാചകനല്ലെങ്കിലും വാചനത്തിലൂടെ പറഞ്ഞു, ഇത് കണക്ക് ഇങ്ങനെ ഓടിപ്പോകേണ്ടി വന്നാൽ എന്താണ് സ്ഥിതി, അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ പറ്റി ആഴ്ച ഓഗസ്റ്റ് 2 ഒന്ന് ഞങ്ങൾക്ക് ഏകദേശം സെപ്റ്റംബർ വരെ നോക്കിയിരിക്കേണ്ടി വന്നു. വഴി തുറക്കുവാനായി ഞങ്ങൾ സഭയായിട്ട് പലരും പല രീതിയിൽ പോയി. ഞങ്ങൾ ഇറാഖ് വഴി ബാഗ്ദാദ് വഴി വന്നു. ഏകദേശം 11 മാസം കേരളത്തിലുണ്ടായിരുന്നു. വാം വെൽക്കം. സാധാരണ എല്ലാവരും ജോലി തപ്പി പോയപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, അതിനിടയ്ക്ക് ഒരു കാര്യം വളരെ എടുത്തു പറയാറുണ്ട്. ഞങ്ങൾ വന്ന് പെട്ടിയെല്ലാം താത്ത് വെച്ച് കുളിയെല്ലാം കഴിഞ്ഞ് ആഹാരമെല്ലാം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, പായൽ ഒക്കെ ഇട്ടിരിക്കുമ്പോൾ, അന്ന് വേദോസം തുറന്ന് അങ്ങോട്ട് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നീ എങ്ങും ഇനിയും പോകരുത്, നിൻ്റെ ലോങ് ലീവിന് വന്നിരിക്കുക, നീ എവിടെ നിന്ന് വന്നോ അതേ വീട്ടിലേക്ക് നീയും നിൻ്റെ ഭാര്യയും നിൻ്റെ കൊച്ചും കൂടെ മടങ്ങിപ്പോകുന്നതായിട്ട് ദൈവാത്മാവ് കാണിക്കുന്നു. ഇമ്പോസിബിൾ. കാരണം അന്ന് ഒരു സാധ്യതയുമില്ല. കാരണം അമേരിക്കൻ ആർമി മുഴുക്കുകയും കുവൈറ്റ് വളഞ്ഞു കഴിഞ്ഞു. ലോകത്തിലുള്ള എല്ലാ ആർമികളും ശക്തമായ യുദ്ധം അന്നും. പക്ഷെ അതാണ് ഞങ്ങളെ പിടിച്ചു നിർത്തി കേട്ടോ. ദൈവത്തിൻ്റെ ദൈവാലോചന ഓരോന്നോരോന്നായിട്ട്. പിന്നെ 10 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ഒന്നും 1999 സെപ്റ്റംബറിൽ ഞങ്ങൾ അമേരിക്കയിലാണ്. ദൈവം വരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു, എങ്കിലും ദൈവം വിട്ടു കഴിഞ്ഞാൽ വരാതിരിക്കാനൊക്കത്തില്ല. സാഹചര്യങ്ങൾ അങ്ങനെ ആക്കി. അന്ന് തന്നെ ന്യൂജേഴ്സിയിലാണോ വന്നേ? അല്ല, ഞങ്ങൾ ആക്ച്വലി കനേഡിയൻ ഇമിഗ്രൻസ് ആയിരുന്നു. ഇമിഗ്രേഷൻ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചങ്ങ് പോയി. തൽക്കാലം ഒന്നും വരണ്ട, വീട്ടിലൊക്കെ നിൽക്കാം, പിള്ളേരൊക്കെ പ്രായമാകുമ്പോൾ വരാം. പക്ഷേ അതും ദൈവാലോചനയുടെ ഭാഗമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് പിറ്റേ വർഷം ഇവിടെ വരേണ്ടി വന്നു. എൻ്റെ വൈഫ് ഒരു നേഴ്സായിരുന്നു. ഈ അവിടുത്തെ എക്സാംസൊക്കെ പാസ്സായി ഇവിടെ ഒരു ജോലിക്ക് ഓഫർ ചെയ്ത് വന്നപ്പോൾ പിന്നെ വരാതിരിക്കാൻ നിവൃത്തിയില്ലാതായി. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ അമേരിക്കയിലേക്ക് വരുന്നത്. ഓക്കെ, അമേരിക്ക വന്നു കഴിഞ്ഞിട്ടാണ് ഈ ശുശ്രൂഷ രംഗത്തേക്ക്. എക്സാക്ട്ലി. ഞാൻ സാധാരണക്കാരനായ ഒരു വിശ്വാസി ഉണ്ടല്ലോ. അല്ല, പാസ്റ്ററുടെ മകനായിരുന്നു, ഒരു പാസ്റ്റർ ആകണം എന്നൊരു തോന്നലൊന്നും ഇല്ലായിരുന്നോ? ഇല്ല, ഒരിക്കലും ഒരിക്കലും എനിക്ക് പാസ്റ്റർ ആകണമെന്നൊരു മോഹമേ ഇല്ലായിരുന്നു. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ മക്കത്തായോ മരുമക്കത്തായോ ഒക്കെ നിലനിൽക്കുന്ന കാലം, അതിനകത്ത് എനിക്ക് വലിയ പാർട്ടിയില്ല. എൻ്റെ ഫാദർ സെൻട്രൽ പാസ്റ്ററായിരുന്നു. ആലപ്പുഴ, നമ്മുടെ മൂവാറ്റുപുഴ വാളകം, ചെറിയാച്ചാനൊക്കെ മുമ്പ്. അപ്പോൾ അവിടെയൊക്കെ പിടിച്ചു നിൽക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഓക്കെ, അങ്ങനെ. പക്ഷെ എന്നാൽ ദൈവവചനം ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു, കുവൈറ്റ് വെച്ചും പഠിക്കുന്നുണ്ടായിരുന്നു.
കുവൈറ്റിലെ ജീവിതം എന്ന് പറയുന്നത് ഒരു ആത്മീയ അനുഗ്രഹത്തിൻ്റെ ഒരു കാലഘട്ടം അല്ലേ? ആദ്യത്തെ ഫസ്റ്റ് എൻ്റെ പാസ്റ്ററായിരുന്നു പാസ്റ്റർ KC തോമസ്. നന്ദിയോടെ തങ്കച്ചായ ഓർക്കുന്നു. തങ്കച്ചാനൊക്കെ ഞങ്ങളൊക്കെ ഒത്തിരി മോൾഡ് ചെയ്ത് കൂടുതലാണ്. തങ്കച്ചാന്, ഫാസ്റ്റ് ബാബു എബ്രഹാം, KC ചെറിയാൻ. ആ കാലത്താണ് എബ്രായ ലേഖനത്തിലെ പ്രസംഗം അല്ലേ? തങ്കച്ചാനെന്ത് ഒരിക്കലും മറക്കാനൊക്കെ. ഓ യെസ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്ന് 33. ഓക്കെ. അങ്ങനെയാണ് അവിടെ വെച്ചും പഠിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്ന് കാരണം ഒരു കാര്യം വളരെ വ്യക്തമായിരുന്നു. എന്നോട് ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂടൽ കുഞ്ഞുച്ചാൻ്റെ കൂടെ നിന്നെ ഞാൻ പലയിടത്ത് വിടാൻ പോവാ. വിട്ടാലും നീ നിൻ്റെ അപ്പൻ്റെ പുസ്തകം എടുത്തേ ഒക്കത്തുള്ളൂ. ഒക്കെ എടുത്തേ ഒക്കത്തുള്ളൂ. പക്ഷേ നിന്നെ വിടുന്നതൊക്കെ വേറെ ഒന്നുമില്ല, നിൻ്റെ അപ്പനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയാണ്. സുവിശേഷപര നിമിത്തം ഒന്നും അധ്വാനിച്ചിട്ടില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ ഫാറ്റ് ഫ്രീ ആണ്. നല്ല ശുദ്ധ ഹൃദയവും ശുദ്ധമായ കൈകളുമാണ് PC റീസണുള്ളത്. എനിക്ക് നന്നായിട്ടറിയാം. അപ്പം ഞങ്ങളാണ് സെറ്റിൽ ചെയ്യിപ്പിക്കുവാൻ ദൈവം ഉപയോഗിച്ചു. ഇല്ലെങ്കിൽ അദ്ദേഹം അറിയപ്പെടാതെ പോകുന്നൊരു കഷ്ടപ്പെട്ടേനെ വല്ലാതെ. അതുപോലെ ഒരുപാട് പാസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതുപോലെ പോയനെ. പക്ഷെ അന്ന് ഞാൻ BCom കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിനടുത്ത് പ്രാർത്ഥിക്കാനൊന്നും പോയൊന്നുമില്ല. എനിക്കത് പ്രവചനം ഇഷ്ടമല്ലായിരുന്നു അന്ന്. അദ്ദേഹം എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, അതിനെ മാറി ഇന്ന വിഷയങ്ങൾ കൊടുക്കുള്ളൂ. അപ്പം ഈ അമേരിക്കയിൽ വന്നു കഴിഞ്ഞ് ആണ് ഒരു ഒരു ശുശ്രൂഷ രംഗത്തേക്ക് എന്നോട് ദൈവം തന്നെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കൊണ്ടുവരുന്നത് ചില പാഠങ്ങൾ പഠിപ്പിക്കാനാണ്. സാധാരണഗതിയിൽ നമ്മൾ പറയും അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ ആത്മീയം പോയി. പക്ഷേ ജെയിംസ് ചാൻ്റെ ജീവിതത്തിൽ നേരെ തിരിച്ച ഇവിടെ വന്നാണ് ഞാൻ ശരിക്കും ആത്മീയനായത്. ദൈവത്തെ ശരിക്കും ഉപവസിക്കുവാനും പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനും എനിക്ക് വഴിയൊരുക്കിയത് എൻ്റെ ന്യൂജേഴ്സി അമേരിക്കൻ ജീവിതം. സാധാരണ നേരെ ഗൾഫാണ് പറയുന്നത്. ഗൾഫിൽ അങ്ങനെ ഉള്ള ഒരു ഇതൊന്നും വന്നിട്ടില്ല. യെസ്, ഡെഫിനറ്റ്ലി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവവുമായിട്ടുള്ള സജീവമായ ആഴത്തിലുള്ള ബന്ധം ഇവിടെ വെച്ചാണ്. യെസ്. ഓക്കെ. ഇവിടെ എന്ന് പറയുമ്പോൾ ന്യൂജേഴ്സിയിലുള്ള IPC ചർച്ചിൽ ഒരു പാസ്റ്ററാണ്, അസോസിയേറ്റ് പാസ്റ്ററാണ് അല്ലേ? അതെ, അങ്ങനെയാണ് ദീർഘനാളുകളായിട്ട്. അതെ. പക്ഷേ അപ്പോൾ തന്നെ ഇന്ത്യയിലെ മിനിസ്ട്രിയിൽ ഇൻവോൾവായി. അതെ, ഞാൻ അതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ എൻ്റെ MDiv കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ MTH ഞാൻ കഴിഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടുത്തെ ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുമ്പോഴാണ് ഞാൻ വളരെ ആക്റ്റീവാണ്. ഇവിടുത്തെ സഭയുടെ ഫോർമേഷൻ പോലും. അല്ല, ഇടയ്ക്കൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഫാദറിന് മോനെ പാസ്റ്ററാക്കണമെന്ന് ചിന്തയില്ലായിരുന്നോ? അങ്ങനെ ഇല്ല. എന്നാൽ ഉണ്ട്. അദ്ദേഹം 2003 അദ്ദേഹം മരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹം ഞാനിവിടുന്ന് കാണാൻ ചെല്ലുമ്പോൾ ഞാൻ ചെല്ലുക അദ്ദേഹത്തിന് ഒറ്റ ആഗ്രഹം. അദ്ദേഹത്തിന് 1945 വാങ്ങിച്ചൊരു ബൈബിളുണ്ട്. ആ ബൈബിൾ കൊടുക്കണം. ആ ബൈബിൾ കൊടുക്കണം, എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ ചെല്ലുകയാണ്. ഞാൻ ചെന്നു. അപ്പോഴത്തേക്കിന് ഞങ്ങളുടെ മെയിൻ എൻട്രൻസ് എടുത്ത് ഒരു കട്ടലയിട്ട് കിടക്കുകയാണ്. അല്പം പോലും മരണത്തോട് മല്ലടിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെന്നു. അതുപോലെ പറഞ്ഞു രാജു വന്നു എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് രാജു വന്നു. അന്നേരം എഴുന്നേറ്റ് വന്നു. അന്നേരം പറഞ്ഞു അമ്മയെ കണ്ണ് കാണിച്ചു. ആ ബൈബിൾ കൊണ്ടുവരും. അപ്പം അത് ചെല്ലുമ്പോൾ തന്നെ ഇരിക്കുന്നതിന് പോലും നേരമില്ല. അത് കഴിഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു. അമ്മ കൊണ്ടുവന്നു. നീ നിനക്ക് തരിക എന്ന് അതും പറഞ്ഞു. തരിക എന്ന് പറഞ്ഞു. എൻ്റെ തലയെ കഴിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു എൻ്റെ ആദ്യത്തെ ഓർഡിനേഷൻ. എന്നിട്ട് പക്ഷെ അന്ന് രാത്രി തൊട്ട് അന്ന് വൈകിട്ട് തൊട്ട് ഡൗൺ ആയി. 10 ദിവസം കിടന്നത്. പിന്നെ സംസാരിച്ചിട്ടില്ല. അത് ലാസ്റ്റ് ഉള്ള ആക്ഷൻ അതായിരുന്നു. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അരങ്ങത്തില്ലെന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യുമായിരുന്നു. കാരണം എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ ദൈവത്തിൻ്റെ എൻകൗണ്ടർ വരുമ്പോൾ നമുക്ക് ഇറങ്ങി ഒക്കത്തുള്ളല്ലോ.
ഓക്കെ. അപ്പം പിന്നെ ഈ ഇന്ത്യയിലെ മിനിസ്ട്രിയെക്കുറിച്ച് പറഞ്ഞാൽ. ഇല്ല ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് അബണ്ടൻ്റ് ലൈഫ്. എൻ്റെ ഓർഡിനേഷൻ ഇന്ത്യ പെന്തക്കോസ്ത് ദിവസയുടെ ഓർഡിനേഷൻ ഈസ്റ്റേൺ റീജിയൻ, IPCയുടെ ഈസ്റ്റേൺ റീജിയനാണ്. എൻ്റെ പഠനത്തിന് ശേഷം ഞാനിവിടുത്തെ പല ലെവലുകളിലും വർക്ക് ചെയ്തു. സൺഡേ സ്കൂൾ ഡയറക്ടർ, അങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളിലും ഞാൻ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് അബണ്ടൻ്റ് ലൈഫ് ഫെലോഷിപ്പ് എന്ന് പറയുന്ന പൂർണ്ണ സുവിശേഷ ദൈവസഭയുടെ പ്രസിഡൻ്റായിട്ടാണ് ഞാൻ ചുമതല വഹിക്കുന്നത്. അദ്ദേഹം പാസ്റ്റർ ജോണുകുട്ടി, പാസ്റ്റർ CK ജോണുകുട്ടി ലാലമാമ, ഇവരെ ഒരിക്കലും മറക്കാനൊക്കത്തില്ല. അവരാണ് ആ പ്രസ്ഥാനത്തിൻ്റെ ആരംഭം. എൻ്റെ ഒരു മെൻറ്റോർ ചെയ്ത എനിക്ക് ഏറ്റവും താല്പര്യമുള്ള 2 പേരായിരുന്നു അവർ 1998 അവർ ജോൺ കുട്ടിച്ചാൻ ഒരു സ്ട്രോങ് IPCക്കാരനാണ്. രണ്ടുപേരും ലാലമാമയുടെ ബ്രദറാണല്ലോ ഡോക്ടർ സാംസ്കറിയ. ഞങ്ങളൊരു സഭയിലാണ്. എനിവേ അവരൊരു അസാധാരണ ദമ്പതികളായിരുന്നു. അവരെ നമ്മൾ ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അവർ 2 പേരും ജോലി ചെയ്യുന്നു. ജോണിക്കുട്ടി അങ്കിള് LICയുടെ റീജിയണൽ മാനേജർ, അങ്ങനെയൊക്കെയുള്ള ഉന്നതമായ പദവികളിലിരിക്കുമ്പോൾ അവരുടെ ആ ജോലി, അതിനിടയിൽ ആൻറ്റി ടീച്ചറായിരുന്നു. അതിനിടയിൽ അവരെന്ത് ചെയ്യായിരുന്നു? കഠിനമായിട്ട് അവർ സുവിശേഷ വേല എന്ന് പറയുന്നത് എൻ്റെ കൺസെപ്റ്റിനോട് വളരെ, നമ്മൾ ജോലി ചെയ്താലും നമുക്ക് ചെയ്യാം എന്നുള്ളതിന് അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് ജോൺ കുട്ടിച്ചാൻ. ഞാൻ റീജിയണൽ മാനേജറിൽ നിന്ന് സോണൽ മാനേജറായിട്ട് പോയപ്പോഴും അദ്ദേഹത്തിന് ആക്സസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ജോലിയുടെ പൊസിഷൻ വെച്ച് ഇഷ്ടം പോലെ ആവന്യൂ കിട്ടും. നമുക്ക് സാധാരണക്കാർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളിൽ അവർ ചെന്നു. നമ്മുടെ ഒരു സാധാരണ പാസ്റ്റർക്ക് ചെല്ലാൻ വയ്യാത്ത മേഖലകളിൽ അവർക്ക് ചെന്നായിരുന്നു. അദ്ദേഹം ഹൈക്കോടതിയിൽ പോലും ഒരു 18-19 ആളുകൾ വരുന്ന അഡ്വക്കേറ്റ്സിന് പോലും ബൈബിൾ സ്റ്റഡി കൊടുക്കുമായിരുന്നു. അദ്ദേഹം ഒരു നല്ലൊരു IPCക്കാരനായിരുന്നു. IPC എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം ദൈവം തന്നെ പരമേൽപ്പിച്ചൊരു ദൗത്യം എന്നുള്ള നിലയിൽ ഒരു സെൻട്രൽ പാസ്റ്ററോ ചെയ്തതിനേക്കാൾ, അല്ലെങ്കിൽ ഒരു സഭാ നേതാവ് ചെയ്തതിനേക്കാൾ അധികം കാര്യങ്ങൾ തൻ്റെ ചെറിയ ജീവിതകാലത്തിനിടയിൽ എന്ത് ചെയ്തു. അദ്ദേഹം ഞാൻ പറഞ്ഞത്, അദ്ദേഹം അവിടുന്ന് കോയമ്പത്തൂർ പോകുമ്പോഴാണ് ഇത് ആദ്യമേ തുടങ്ങുന്നത്. അന്നേരം അവരോട് നമ്മുടെ ഒരു പ്രസ്ഥാനത്തിൽ അംഗങ്ങളായിരിക്കുമ്പോൾ തന്നെ അവർ ഒരുപാട് പേര് അവരുടെ ബൈബിൾ സ്റ്റഡി കൂടെ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്നാനപ്പെട്ടവരൊന്നും നമ്മുടെ പഴയ സഭകളിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിച്ചില്ല. കാരണം നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ തിരിച്ചു പോകും അന്നേരം അതിനെ കവർ ചെയ്യണമല്ലോ. മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. അല്ലാതെ ഒരു പാരലായ ഒരു സഭ ഉണ്ടാക്കാനോ ഒന്നുമല്ല. പൂർണ്ണ സുവിശേഷ സത്യം വിളിച്ചു പറയുന്നൊരു സഭ. ഇന്നും വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി മുന്നോട്ടിരിക്കുക. 28 വർഷമായി. ഇപ്പോൾ 25ാമത്തെ വർഷം ആയിരുന്നു. 3 വർഷം മുന്നേ നടന്നു. എൻ്റെ വിവാഹം നടത്തുന്നതിൽ, അത് ആലോചിക്കുന്നതിലൊക്കെ ജോണിക്കുട്ടി അങ്കിളും ആൻറ്റിയും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുഞ്ഞിനെ പ്രതിഷ്ഠിക്കുന്നത് ജോണിക്കുട്ടി അങ്കിളാണ്. അങ്ങനെ വളരെ എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് പിന്നെ ജോണിക്കുട്ടി അങ്കിൾ. ഞാൻ ഇതിൻ്റെ ഇത് തുടക്കം മുതൽ ഞാനിതിനെ ഷാഡോ ചെയ്യുന്നുണ്ടായിരുന്നു. മനസ്സിലായി. അപ്പോൾ നിങ്ങൾ തമ്മിൽ എങ്ങനെ ഒരു കണക്ഷനുണ്ട്? എൻ്റെ മാവിയുടെ മോനാണ്, എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ മോനാണ്. അങ്ങനെ ഒരു ബന്ധമുണ്ട്. അല്ല, ജോണിക്കുട്ടിച്ചാനെ കാണുന്നത് എൻ്റെ ഫാദറിനെ കാണുന്നത് ഒരുപോലെ. ആ ശബ്ദവും ആ ധൃതിയും ആ വെപ്രാളും പുള്ളിക്ക് അടങ്ങിയിരിക്കാനൊക്കത്തില്ല. അതേ സ്പിരിറ്റാണ്. ആ സ്പിരിറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് പെങ്ങളുടെ മോനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം പെങ്ങളുടെ മോനായതുകൊണ്ടോ കസിൻ ആയതുകൊണ്ടോ അല്ല, ഞാൻ വളരെ പ്രാർത്ഥിച്ചിട്ടാണ്. ജോണിക്കുട്ടി ഞാൻ മരിക്കുന്നത് 2020 ഏപ്രിൽ മാസം. അപ്പോൾ 2000 മരിക്കുമ്പോൾ അതിന് മുമ്പ് ഞാൻ ഇവരുടെ ഈ സഭയുടെ ഒരു 20th ആനിവേഴ്സറിയുടെ ക്യാമ്പിന് എനിക്ക് പോകേണ്ടി വന്നു. ഞാൻ എല്ലാ വെക്കേഷൻ വരുമ്പോഴും ഞാൻ പോകാറുണ്ട്. എന്നാലും നമ്മുടെ ഉള്ളിൽ ഉണ്ടല്ലോ, അവർ കുറേ കാലം കൂടെ ഒക്കെ ജീവിച്ചിരിക്കേണ്ട ഒരു കുടുംബമായിരുന്നു. തീർച്ചയായിട്ടും നന്ദിയോടെ സ്മരിക്കുന്നു.
അവരുടെ മരണം ആൻറ്റി മരിക്കുന്നതിന് ചില ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾ ആ ചർച്ചിൽ പോവുകയും ഞാനും പ്ലൻസിയും കൂടെ ആ ചർച്ചിൽ പോവുകയും ഞങ്ങൾ ഒന്നിച്ച് ആരാധിക്കുകയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിവേ ഇപ്പോൾ സഭയുടെ അവസ്ഥ എന്തോ? ആ സഭ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് കേരളത്തിൽ സഭയുണ്ട്. അധികം നമ്പേഴ്സിനെ കൂടാൻ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നില്ല. ക്വാളിറ്റി ചർച്ചുകളാണ്. നിങ്ങളുടെ കോട്ടയത്തെ ചർച്ചൊക്കെ എനിക്ക് കോട്ടയത്തെ എല്ലാം ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകളാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സിസ്റ്റമാണ്. പ്രസ്ഥാനം എന്നുള്ളതിനെക്കാട്ടിലും അതൊരു ഫെലോഷിപ്പായിട്ടാണ് മുന്നോട്ട് ഫെലോഷിപ്പ് പ്രസ്ഥാനമാണ്. അതിന് നമ്മുടെ ട്രസ്റ്റ് ആക്ട് അനുസരിച്ചാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. കമ്മിറ്റിയില്ല, ട്രസ്റ്റീസാണുള്ളത്. ഒരു മാനേജിങ് ട്രസ്റ്റിയുണ്ട്, പാസ്റ്റർ എബ്രഹാം തോമസ്. അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ടൊരു ശുശ്രൂഷകനാണ്. സെക്രട്ടറി ഉണ്ട്, ഇവാഞ്ചലിസ്റ്റ് ജെയിംസ് ജോർജ്. ഇവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ട വളരെ സിൻസിയറായിട്ട് കർത്താവിന് വേണ്ടിയിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കറിയാം, ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ സഭകളും വർഷാവസാനം ഓഡിറ്റേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്ത് ഞങ്ങളുടെ സഭകൾ ഇൻകം ടാക്സിൽ ഫയൽ ചെയ്യുന്ന സഭകളാണ്. എല്ലാ സഭകളും വെളിയിൽ നിന്നൊരു ഒരു സീറോ ഒറ്റ പൈസ അവിടെ കൊണ്ടുവരത്തില്ല. ലോക്കൽ സഭയുടെ എല്ലാ ലോക്കൽ സഭയുടെ റേസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് തമിഴ്നാട്ടിലുണ്ട് ചർച്ചുകൾ. ഞാൻ വന്നേ പിന്നെ നമുക്ക് 7 സഭകൾ, 7 കർണാടകയിലുണ്ട്, 6 വേലസ്ഥലങ്ങൾ നമുക്ക് ഒറീസയിലുണ്ട്. ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആന്ധ്രയിലുണ്ട്. എല്ലാം ലോക്കൽ വിശ്വാസികളും ആൾക്കാരുമാണ്. അനുഗ്രഹമായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ബൈബിൾ സ്കൂളുണ്ട്. അവരെല്ലാം നല്ല ഹൈലി പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരാണ്. അതാ ജോണിക്കുട്ടിച്ചാൻ്റെ ആ ശുശ്രൂഷയിലൂടെ മുന്നോട്ട് വന്നവരെല്ലാം പ്രൊഫഷണൽസ് ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് പുള്ളി ഇൻട്രാക്ട് ചെയ്തിരുന്നത്. അതെ, ആ നിലയിൽ അത് വന്ന എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഡോക്ടർ ഫെലിക്സ് പുഷ്പഗിരി മെഡിക്കൽ കോളേജിൻ്റെ ഡോക്ടറുമായിട്ട് എനിക്കൊരു 25 വർഷത്തെ പരിചയം. 25 അല്ല, ഒരു അതിലും കൂടുതൽ അടുപ്പമുണ്ട് ഡോക്ടർ ഫെലിക്സുമായിട്ട്. ഡോക്ടർ ഫെലിക്സ് അവരൊക്കെ അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പബ്ലിക് ഹെൽത്തിൻ്റെ പ്രൊഫസറായിരുന്നു. അതെ, ഇപ്പം നമ്മുടെ ഓർഡൈൻഡ് ഇവാഞ്ചലിസ്റ്റാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ഗ്രൂപ്പ് ആൾക്കാർ. മനസ്സിലായി. ഓക്കെ, സാറിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ. എൻ്റെ വൈഫ് റേച്ചൽ, ബിനി കൊച്ചിയിൽ, ആഞ്ഞിലിത്താനം കൊച്ചിയിലെ AV തോമസ് എന്ന് പറയും, ഇളയിടത്ത് തോമാച്ചൻ എന്ന് പറയും. തോമാച്ച ഇപ്പോൾ നിത്യത്തിലായിരിക്കുന്നു. പപ്പായും മമ്മിയും രണ്ടുപേരും. AV തോമസിൻ്റെ 2ാമത്തെ മകളാണ് റേച്ചൽ. ബിനി. എനിക്ക് 2 മക്കളുണ്ട്. ഒന്ന് റോഷൻ്റെ വിവാഹം കഴിച്ചിരിക്കുന്നത് തിരുവഞ്ചൂരാണ്. ജസ്റ്റിൻ. അതുപോലെ തന്നെ മകൻ ആരൻ വിവാഹം കഴിച്ചിരിക്കുന്നത് സജി പാറയിൽ, ബാംഗ്ലൂരിലെ സജി പാറയിലെ മൂത്ത മകൾ നിഷയാണ്, ഡോക്ടർ നിഷയാണ്. ഇതാണ് അവർക്ക്. ഞങ്ങൾക്ക് 4 കൊച്ചുമക്കളുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് അടുത്ത ഒരു പദ്ധതി, ജീവിതത്തെക്കുറിച്ചുള്ള പദ്ധതികൾ? അടുത്തത് കർത്താവിൻ്റെ ഹിതമായാൽ ഞാനിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആ ഫിലോസഫി അതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്താൽ കർത്താവിന് വേണ്ടി പോകാനും വരാനും ബൈബിൾ ടീച്ചിങ്ങിലും ഒക്കെ ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഗ്രൂപ്പുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ ചർച്ച് പൊളിറ്റിക്സ് ഇല്ലാത്തൊരു ഗ്രൂപ്പാണ്. ഇവരെ നിത്യതയെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്ലാന്. മനസ്സിലായി. അതേ സ്പിരിറ്റാണ് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. കൊലോസ്യ ലേഖനത്തിൻ്റെ വാക്യമുണ്ടല്ലോ, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഈ അവസരത്തിൽ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാം അനുഗ്രഹിക്കപ്പെട്ട പാസ്റ്റേഴ്സ് ഉണ്ട് ഇവിടെ. അവരെ ഞാൻ ഓർക്കുന്നുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ദൈവസന്മാരെ, ഹൈലി ക്വാളിഫൈഡ് കർത്താവദാസന്മാരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ രീതിയിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. ആ രീതിയിലാണ് ഞങ്ങൾ. പേര് വേണ്ട, പെരുമ വേണ്ട, ഒന്നും വേണ്ട, പക്ഷേ ഡൂ ദ വർക്ക് ഓഫ് ദ ലോർഡ്. ഇതാണ് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ നമുക്ക് ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിനേക്കാൾ ക്വാളിറ്റിയുള്ള ശിഷ്യന്മാരെ വാർത്തെടുക്കുക. ഓക്കെ,
ഹല്ലേലൂയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ വന്ദനം. പാസ്റ്റർ ജെയിംസ് വർഗീസുമായിട്ട് ന്യൂജേഴ്സിയിൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലാണ് ഞാൻ ഒന്നിച്ചായിരിക്കുന്നത്. അദ്ദേഹം അബണ്ടൻ്റ് ലൈഫ് എന്ന് പറയുന്ന മനോഹരമായ സഭാപ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു IPC സഭയുടെ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് ശുശ്രൂഷിക്കുന്നുണ്ട്. എന്നാൽ അതിനെക്കാട്ടിലെല്ലാം പ്രധാനമായിട്ട് ഇന്ത്യയിലെ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് അബണ്ടൻ്റ് ലൈഫിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. അബണ്ടൻ്റ് ലൈഫിൻ്റെ പ്രത്യേകതകളാണ് അദ്ദേഹം പറഞ്ഞത്. അത് പ്രൊഫഷണൽസിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അങ്ങനെ ഒരു ലക്ഷ്യത്തോടുകൂടെ CK ജോണിക്കുട്ടി, ലാലമ്മ ആ ദമ്പതികൾ ആരംഭിച്ച ഒരു സഭാപ്രസ്ഥാനമാണ്. ഇവർ തമ്മിലുള്ള ബന്ധമൊക്കെ പറഞ്ഞല്ലോ. ആ സഭയെ ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. വ്യത്യസ്തമായ നിലയിലുള്ള ക്വാളിറ്റി എന്നുള്ള ആ ക്വാളിറ്റി മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായ നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു സഭാപ്രസ്ഥാനമാണ് അബണ്ടൻ്റ് ലൈഫ്. അതിൻ്റെ പ്രവർത്തനങ്ങളെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ജെയിംസ് വർഗീസിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഒന്നിച്ച് ഇത്രത്തോളം സമയം ഇരിക്കാൻ സാധിച്ചതിൽ സന്തോഷം. കർത്താവ് ധാരാളമായിട്ട്. സാർ, താങ്ക് യു. ഞാൻ ഹല്ലേലൂയയുടെ ഒരു അഭ്യുതകാംക്ഷയാണ്. എല്ലാ എഡീഷനും ഞാൻ കാണാറുണ്ട്, വായിക്കാറുണ്ട്. കഥാദാസനെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നുണ്ട്. ദീർഘവർഷങ്ങളുടെ അടുപ്പവും സ്നേഹമാണ് ഞങ്ങൾ. എൻ്റെ എന്താ പറയുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്നു. ഞങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും സഭയിൽ പോകാൻ സാധിക്കാതെ വരുന്നുവെങ്കിൽ ഞങ്ങളുമായിട്ട് കൂട്ടായ്മ ആയിരിക്കും. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിശാല ഹൃദയമാണ് ഞങ്ങൾക്കുള്ളത്. ഓക്കെ ഓക്കെ. താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ രണ്ടുപേരും നേരത്തെ പറഞ്ഞതുപോലെ പാസ്റ്റർമാരുടെ മക്കൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഹൃദയം കൊണ്ടുള്ളൊരു അടുപ്പമുണ്ട്. അതെ, താങ്ക് യു. ഗോഡ് ബ്ലെസ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.